വളരെ പേർ ഇന്ന് ടെസ്റ്റോസ്റ്റിറോണിനെ പറ്റി, ലോ ടെസ്റ്റോസ്റ്റിറോൺ അഥവാ ലോ ടിയെ പറ്റി എല്ലാം ചോദിക്കാറുണ്ട്. ടിവിയിലും മറ്റു മാധ്യമങ്ങളിലും പുരുഷന്മാർക്ക് ലൈംഗിക ഉദ്ധാരണ ശക്തി വർദ്ധിപ്പിക്കുന്ന വയാഗ്ര, സിയാലിസ് തുടങ്ങിയ മരുന്നുകളെപ്പറ്റിയായിരുന്നു നമുക്ക് മുമ്പ് ലഭിച്ചിരുന്ന പരസ്യങ്ങൾ. ഇന്ന് ലൈംഗിക ഉദ്ധാരണ ശക്തിയല്ല, ലൈംഗിക ഉത്തേജനം നൽകുവാൻ സഹായിക്കുന്ന ടെസ്റ്റോസ്റ്റോറൻ മരുന്നിനെപ്പറ്റിയായി പരസ്യങ്ങൾ. അതിനെപ്പറ്റി നിങ്ങളോട് ഡോക്ടറോട് ചോദിക്കൂ. നിങ്ങൾക്ക് തളർച്ചയുണ്ടോ, ക്ഷീണം തോന്നിക്കുന്നുണ്ടോ, ഉന്മേഷം കുറയുന്നുണ്ടോ, ലൈംഗിക ആസക്തി കുറയുന്നുണ്ടോ, അത് ടെസ്റ്റോസ്റ്റോറോണിന്റെ കുറവ് മൂലമാകാം എന്ന് തുടങ്ങിയ പരസ്യങ്ങൾ മണിക്കൂറുകൾ ഇടവിട്ട് ഇന്ന് നമ്മുടെ ഫാമിലി റൂമുകളിലേക്ക് ടിവിയിലൂടെ കടന്നു വരാറുണ്ട്. ഇത് ശരിയാണോ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്നതിന് മുമ്പ് പുരുഷന്മാരുടെ ശരീരത്തിലെ ടെസ്റ്റോസ്റ്റെറോൺ എന്ന ഹാർമോണിന്റെ ഫിസിയോളജിയെപ്പറ്റി അല്പം പറയാം. ടെസ്റ്റോസ്റ്റെറോൺ എന്ന പുരുഷ ഹാർമോൺ മുഖ്യമായും നിർമ്മിക്കുന്നത് ശരീരത്തിലെ 2 വൃഷണങ്ങളിൽ, ടെസ്റ്റിസിൽ ആണ്. ടെസ്റ്റിസ് പോലെ തന്നെ ഉള്ളിലുള്ള കിഡ്നിയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന അഡ്രീനൽ ഗ്ലാൻഡും സ്വല്പം തുച്ഛമായ തോതിൽ ടെസ്റ്റോസ്റ്റെറോൺ നിർമ്മിക്കുന്നുണ്ട്. പുരുഷന്മാരുടെ ലൈംഗിക വളർച്ചയ്ക്ക്, അവയവങ്ങളുടെ വളർച്ചയ്ക്ക്, മുഖത്ത് മീശ വരുന്നത് പോലെയുള്ള സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് പ്രത്യക്ഷപ്പെടാന്, ശരീരത്തിലെ ശരിക്കുള്ള ഫാറ്റ് ഡിസ്ട്രിബ്യൂഷന്, പ്രായമാകുന്നതനുസരിച്ച് സ്ത്രീകളിൽ ലൈംഗിക താൽപര്യം പുരുഷന്മാർക്കുണ്ടാകുന്നതിന് ഇതിനൊക്കെ ടെസ്റ്റോസ്റ്റെറോൺ കൂടിയേ തീരും. അതുപോലെ തന്നെ പുരുഷന്മാരുടെ മസിൽസ് ദൃഢമാകുന്നതിന്, എല്ലുകൾക്ക് ഡെൻസിറ്റി കൂടുന്നതിന്, കഠിനാധ്വാനം ചെയ്യുന്നതിന്, മാനസികമായ പ്രചോദനം നൽകുന്നതിന് ഇതിനെല്ലാം ടെസ്റ്റോസ്റ്റെറോൺ ആവശ്യമാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു പുരുഷനെ പുരുഷനായി മാറ്റുന്നതിന് ഈ ഹാർമോൺ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടെസ്റ്റിസില് പുരുഷ ബീജങ്ങളുണ്ടാക്കി മനുഷ്യവർഗം നിലനിർത്തുന്നതും ഈ ടെസ്റ്റോസ്റ്റെറോണിന്റെ പ്രവർത്തനം മൂലമാണ്. ടെസ്റ്റോസ്റ്റെറോൺ രക്തത്തിൽ ക്രമാതീതമായി കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? ലൈംഗിക ആസക്തി കുറയും, ലൈംഗിക അവയവങ്ങൾ ശുഷ്കിക്കും, മസിൽസിന്റെ ദൃഢത കുറയും, എല്ലുകളുടെ ഡെൻസിറ്റി കുറഞ്ഞ് ഓസ്റ്റിയോപോറോസിസ് ഉണ്ടായി ഒടിയുന്നതിനുള്ള സാധ്യത വർദ്ധിക്കുന്നു. ഡിപ്രഷനും അതുപോലുള്ള മറ്റു മാനസിക അസ്വാസ്ഥ്യങ്ങളും ഇത്തരം രോഗികളിൽ വളരെയാണ്. നമ്മുടെ ടെസ്റ്റോസ്റ്റെറോൺ ടെസ്റ്റിസിനെ നിർമ്മിക്കുവാൻ സഹായിക്കുന്നത് തലച്ചോറിലുള്ള പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ നിയന്ത്രണത്തിലാണ്. ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് തന്നെ തലച്ചോറിൽ അതിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഹൈപ്പോതലാമസിന്റെ നിയന്ത്രണത്തിലാണ്. ഹൈപ്പോതലാമസിനോ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനോ രോഗം ബാധിച്ചാലും ടെസ്റ്റോസ്റ്റെറോൺ കുറയും. ഇതിനെ ടെർഷ്യറി ഓർ സെക്കൻഡറി ഫെയിലിയർ ഓഫ് ദ ടെസ്റ്റിസ് എന്ന് പറയും. 2 X ക്രോമസോംസ് സെല്ലിനകത്ത് ഉള്ള ക്ലെൻഫെൽറ്റേഴ്സ് സിൻഡ്രോം പോലെയുള്ള അപൂർവ ജെനറ്റിക് ഡിസോർഡേഴ്സും ടെസ്റ്റോസ്റ്റെറോൺ കുറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. സമയക്കുറവ് മൂലം അവയെപ്പോലെയൊന്നും ഞാനിവിടെ പറയുന്നത് എങ്കിലും ഇവിടെ സർവ്വസാധാരണമായി പ്രധാന കാരണമായ പ്രൈമറി ഫെയിലിയർ ഓഫ് ദ ടെസ്റ്റിസ്, വൃഷണങ്ങളുടെ പ്രാഥമിക പരാജയ കാരണങ്ങളെപ്പറ്റി പറയാം. ഗർഭസ്ഥ ശിശുവില് ടെസ്റ്റിസ് വയറിന് അകത്താണ്. എന്നാൽ പ്രസവം അടുക്കുമ്പോൾ ടെസ്റ്റിസ് താഴേക്ക് വന്ന് സ്ക്രോട്ടത്തിലെത്തുന്നു. ടെസ്റ്റിസ് പ്രസവം കഴിഞ്ഞും പുറത്തു വരാതെ സ്ക്രോട്ടത്തിലെത്താതെ ഇരുന്നാൽ അത് അൺഡിസെൻഡഡ് ടെസ്റ്റിസ് ആണ്. തന്മൂലം ടെസ്റ്റിക്കുലർ സെൽസ് നഷ്ടപ്പെട്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. എന്നാൽ ഇന്ന് പ്രസവിച്ച കുഞ്ഞിന്റെ സ്ക്രോട്ടത്തിൽ ടെസ്റ്റിസ് ഉണ്ടോ എന്ന് പീഡിയാട്രീഷ്യൻ പ്രസവം കഴിഞ്ഞാൽ ഉടൻ പരിശോധിച്ച്, അല്ലെങ്കിൽ സർജറി മൂലം അത് താഴെ കൊണ്ടുവരുന്നതിനാൽ ഇത്തരം കേസസ് താരതമ്യേന കുറവാണ്. ടെസ്റ്റിസ് രണ്ടും ശരീരത്തിന് പുറത്താകിയാൽ ആക്സിഡന്റ് സംഭവിച്ച് അവയ്ക്ക് ഇഞ്ചുറി ഉണ്ടായി പ്രവർത്തനശേഷി നഷ്ടപ്പെടാം. കീമോതെറപ്പി, റേഡിയേഷൻ തുടങ്ങിയ
ടെസ്റ്റിസിന്റെ പ്രവർത്തനത്തെ കുറച്ചേക്കാം. ചെറുപ്പത്തിലുണ്ടാകുന്ന മംസ് അഥവാ മുണ്ടിനീര് ടെസ്റ്റിനെ ബാധിച്ച് മംസ് ഓർക്കൈറ്റിസ് ഉണ്ടായി ടെസ്റ്റിസിന്റെ പ്രവർത്തനം ശേഷം പൂർണ്ണമായി തന്നെ നഷ്ടപ്പെടാം. ചൈൽഡ്ഹുഡ് വാക്സിനേഷൻ സാർവത്രികമാകുന്നതിന് മുമ്പ് ഇത്തരം പുരുഷ വന്ധ്യത ഉണ്ടായിട്ടുള്ള വളരെ ആളുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു. നാം പ്രായമാകുന്നതിനനുസരിച്ച് ടെസ്റ്റോസ്റ്റിറോണിന്റെ നിർമ്മാണത്തിൽ കുറവുണ്ടാകുന്നു. ഏകദേശം 30 വയസ്സായിരിക്കുമ്പോഴാണ് ടെസ്റ്റോസ്റ്റിറോൺ അതിന്റെ പീക്ക് ലെവലിൽ പ്രവർത്തിച്ച് മാക്സിമം ടെസ്റ്റോസ്റ്റിറോൺ ശരീരത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷം എല്ലാ വർഷവും ടെസ്റ്റോസ്റ്റിറോൺ പ്രൊഡക്ഷൻ 1% വീതം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഒരിക്കലും ടെസ്റ്റോസ്റ്റിറോൺ ശരീരത്തിൽ നിന്ന് അപ്രത്യക്ഷമാകയില്ല ഏതു പ്രായത്തിലും. ടെസ്റ്റോസ്റ്റിറോൺ കുറയുന്ന രോഗികൾക്ക് സാധാരണ അവർ ഡോക്ടർമാരെ കാണാൻ വരുന്നത് ലൈംഗിക ആസക്തി നഷ്ടപ്പെടുന്നത് മൂലമാണ്. ലൈംഗിക ഉദ്ധാരണ ശക്തി നഷ്ടപ്പെട്ടെന്ന് വരാം. ക്ഷീണവും തളർച്ചയും ഉത്സാഹക്കുറവും എല്ലാം ആകാം. മറ്റനേക രോഗങ്ങൾ ഈ ലക്ഷണങ്ങളെല്ലാം കാണിക്കാറുണ്ടെങ്കിലും ലോ ടെസ്റ്റോസ്റ്റിറോൺ ഇതിനൊരു കാരണമായേക്കാമെന്ന സംഗതി ഡോക്ടറുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. പുരുഷന്മാരുടെ ലൈംഗിക ഉദ്ധാരണ ശക്തി നഷ്ടപ്പെടാനുള്ള പ്രധാന കാരണം ലൈംഗിക അവയവങ്ങളിലേക്കുള്ള രക്തധമനികളിലൂടെയുള്ള രക്ത ഓട്ടം കുറയുന്നതിനാലാണ്. അത് പലപ്പോഴും ഡയബറ്റീസ് പോലെയുള്ള അസുഖമുള്ളവരിൽ അവരുടെ രക്തധമനികളെ ബാധിക്കുന്ന ആർട്ടീരിയോസ്ക്ലറോസിസും കൊളസ്ട്രോൾ ഡെപ്പോസിറ്റും മൂലമാകാം ലൈംഗിക അവയവങ്ങളിലേക്ക് രക്ത ഓട്ടം കുറയുന്നത്. ഇത്തരം സന്ദർഭങ്ങളിലാണ് വയഗ്ര, സിയാലിസ് പോലെയുള്ള മരുന്നുകൾ പ്രയോജനം ചെയ്യുന്നത്. എന്നാൽ ടെസ്റ്റോസ്റ്റിറോണിന്റെ കുറവ് മൂലം ഉദ്ധാരണ ശക്തി നഷ്ടപ്പെടുത്തുന്നവർക്ക് ഇത്തരം മരുന്നുകൾ കൊണ്ട് ഒരു പ്രയോജനവും ചെയ്യുകയില്ല. അവർക്ക് ടെസ്റ്റോസ്റ്റിറോൺ തന്നെ വേണ്ടിവരും. ടെസ്റ്റോസ്റ്റിറോണിന്റെ കുറവ് കൺഫേം ചെയ്യുന്നതിന് രക്തപരിശോധന ആവശ്യമാണ്. വയസ്സനുസരിച്ച് ടെസ്റ്റോസ്റ്റിറോണിന്റെ ലെവലിൽ വ്യത്യാസമുണ്ടാകുമെങ്കിലും സാധാരണ ലെവല് 270നും 1070നും മധ്യത്തില് നാനോഗ്രാം പെർ ഡെസി ലിറ്റർ ആയിരിക്കണം. പ്രഭാതത്തിലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അവസരത്തിൽ 270ൽ താഴെയാണ് അളവെങ്കിൽ സിംറ്റം ഉണ്ടായിരിക്കുകയുമാണെങ്കിൽ ടെസ്റ്റോസ്റ്റിറോൺ ചികിത്സയിലൂടെ ചെയ്തിരിക്കണം, ഫലപ്രദമാകും. പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഇല്ലയെന്ന് റെക്ടൽ എക്സാമിനേഷൻ മുഖേനയും PSA ടെസ്റ്റ് മൂലവും നിജപ്പെടുത്തിയ ശേഷം മാത്രമേ ടെസ്റ്റോസ്റ്റിറോൺ നൽകാവൂ. ടെസ്റ്റോസ്റ്റിറോൺ ഇന്ന് ടാബ്ലറ്റായിട്ടും ഇഞ്ചക്ഷനായിട്ടും ക്രീമായിട്ടും സ്കിന്നിൽ ഒട്ടിച്ചു വെക്കാവുന്ന പാച്ചസ് ഒക്കെയായും ലഭ്യമാണ്. ദീർഘനാളത്തേക്ക് ആവശ്യമാണെങ്കിൽ ടെസ്റ്റോസ്റ്റിറോൺ പെല്ലറ്റ്സ് ശരീരത്തിൽ ഇന്ന് ഇംപ്ലാന്റ് ചെയ്യാം. അതിന്റെ എഫക്ട് ഏകദേശം 4 മാസത്തിലധികം നീണ്ടു നിൽക്കും. പുരുഷന്മാർക്ക് ഇൻഫെർട്ടിലിറ്റി, പുരുഷ വന്ധ്യതയ്ക്ക് ആഴ്ചകൾ ഇടപെട്ട് ഇഞ്ചക്ഷൻ നൽകിയാൽ സ്പേം കൗണ്ട് വർദ്ധിക്കും. ലോ ടെസ്റ്റോസ്റ്റിറോൺ സിംറ്റം മാത്രമുള്ളവർക്ക് സ്കിൻ പാച്ചസോ സ്കിന്നിൽ പുരട്ടാനുള്ള ജെല്ലിയോ ആണ് ഇന്ന് അധിക ആളുകളും ഇഷ്ടപ്പെടുന്നത് നൽകുന്നത്. ടെസ്റ്റോസ്റ്റിറോൺ ചികിത്സയെപ്പറ്റി അനേക ഗവേഷണങ്ങൾ പഠനങ്ങൾ നടത്തിയിട്ടുള്ള, അനേക രോഗികളെ ചികിത്സിച്ചിട്ടുള്ള, ഈ വിഷയത്തിൽ അനേകം ആധികാരിക പ്രബന്ധങ്ങൾ രചിച്ചിട്ടുള്ള ഓറിഗോൺ യൂണിവേഴ്സിറ്റിയിലെ യൂറോളജി പ്രൊഫസർ ഡോക്ടർ ജെയ്സൺ ഹഡ്ജസിന്റെ അഭിപ്രായത്തിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ പോലെയുള്ള അപൂർവ സന്ദർഭത്തിൽ ഒഴിച്ച് ലോ ടെസ്റ്റോസ്റ്റിറോണിന്റെ സിംറ്റംസ് ഉള്ളവരിൽ ടെസ്റ്റോസ്റ്റിറോൺ നൽകി ചികിത്സിക്കണമെന്നാണ്. അതുപോലെ തന്നെ ടെസ്റ്റോസ്റ്റിറോൺ പുരുഷ ഹാർമോൺ എന്ന് വിളിക്കപ്പെടുന്നുവെങ്കിലും അത് പുരുഷ ഹാർമോൺ മാത്രമല്ല. സ്ത്രീകളുടെ ഓവറിയും ടെസ്റ്റോസ്റ്റിറോൺ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പുരുഷനിലുള്ളതിന്റെ 10% മാത്രമേ ടെസ്റ്റോസ്റ്റിറോൺ സ്ത്രീകളിൽ ഉള്ളുവെങ്കിലും സ്ത്രീകൾക്ക് ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഹാർമോണാണ്. 2003ലും 2008ലും
ന്യൂ ഇംഗ്ലണ്ട് ജേർണൽ ഓഫ് മെഡിസിനിൽ വന്ന വിപുലമായ 2 ഗവേഷണ പഠനങ്ങൾ തെളിയിക്കുന്നത് സ്ത്രീകളിൽ ലൈംഗിക ആസക്തി ഉണ്ടാക്കുവാനും ലൈംഗിക വേഴ്ചവേളയിൽ രതിമൂർച്ഛ അനുഭവപ്പെടുവാനും ടെസ്റ്റോസ്റ്റെറോൺ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഹാർമോണാണെന്നാണ്. പുരുഷന്മാർക്ക് 60-70 വയസ്സാകുമ്പോൾ ടെസ്റ്റോസ്റ്റെറോണിന്റെ അളവ് കാര്യമായി കുറയുന്നുണ്ട്. എന്നാൽ എന്തുകൊണ്ടോ മെനോപോസ് പ്രായത്തിലെത്തിയവർ സ്ത്രീകളിലും അവരുടെ ടെസ്റ്റോസ്റ്റെറോൺ ഗണ്യമായി അത്ര പെട്ടെന്ന് കുറയുന്നില്ല. എന്ന് മാത്രമല്ല, അപൂർവമായി ചിലരില് സ്ത്രീകളില് ടെസ്റ്റോസ്റ്റെറോൺ ഉള്ളതായും കാണുന്നുണ്ട്. സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ കൂടുതൽ ജീവിച്ചിരിക്കുവാനുള്ള കാരണം ഒരുപക്ഷെ ഈ കൂടിയ ടെസ്റ്റോസ്റ്റെറോൺ ആയിരിക്കാം എന്ന് പറയുന്നുണ്ട്. മഹാഭാരതത്തിലെ യയാതിയുടെ കഥ, മഹാരാജാവിന്റെ കഥ പലർക്കും അറിയാമല്ലോ. യയാതി മഹാരാജാവിന് വാർദ്ധക്യമായി. സുന്ദരികളായ സ്ത്രീകളെ കാണുമ്പോൾ യുവത്വം തിരികെ കിട്ടിയാൽ കൊള്ളാമെന്ന് വലിയ ആഗ്രഹമായി. അത് സാധ്യമല്ലാത്തതിനാൽ അതിന് ഡിപ്രഷനുമായി. യയാതിയുടെ പുത്രനും പാണ്ഡവന്മാരുടെ ഗുരുകുലത്തിന്റെ പിതാവുമായ കുരു തന്റെ പിതാവിന് യുവത്വം നൽകി വാർദ്ധക്യം തനിക്ക് ഏറ്റെടുത്തു എന്നാണ് കഥ. യായാഹുവിന് സംഭവിച്ചതുപോലെ യുവത്വം ലഭിക്കുന്ന വലിയ അത്ഭുതങ്ങൾ ഒന്നും നടന്നില്ലെങ്കിലും പല പുരുഷന്മാരിലും സ്ത്രീകളിലും ടെസ്റ്റോസ്റ്റെറോൺ ചെറിയ ചെറിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത് ഞാൻ അനേക തവണ കണ്ടിട്ടുണ്ട്. ഇത് ചിക്കാഗോയിൽ നിന്ന് ഡോക്ടർ റോയ് പി തോമസ്. വരുന്നയാഴ്ചയും ഇതേ സമയം നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം. USA വീക്ക്ലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന ആദ്യ സംവാദത്തിന് ശേഷം പ്രസിഡന്റ് ഒബാമയ്ക്കുണ്ടായിരുന്ന മുൻതൂക്കം കുറഞ്ഞതായി റിപ്പോർട്ട്. സംവാദത്തിന് ശേഷം നടന്ന ഗാലപ്പ് പോളിൽ പ്രസിഡന്റ് ഒബാമയെയും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി മിറ്റ് റോംനിയെയും 47% വീതം വോട്ടർമാർ പിന്തുണയ്ക്കുന്നു. സംവാദത്തിന് മുൻപുള്ള ആഴ്ചയിൽ ഒബാമയ്ക്ക് 50% വോട്ടർമാരുടെ പിന്തുണ ഉണ്ടായിരുന്നു. സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള സംവാദത്തിൽ മിറ്റ് റോംനിയുടെ മികച്ച പ്രകടനം മതിപ്പ് ഉളവാക്കുന്നതാണെന്ന് സർവേയിൽ പങ്കെടുത്ത ഭൂരിപക്ഷം പേരും അഭിപ്രായപ്പെട്ടു. എന്നാൽ തിരഞ്ഞെടുപ്പ് ഫണ്ട് ശേഖരണത്തിൽ ഒബാമയാണ് മുൻപിൽ നിൽക്കുന്നത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ മാത്രം $180 മില്യൺ പ്രസിഡന്റ് ഒബാമ ഇലക്ഷൻ ഫണ്ടിലേക്ക് ശേഖരിച്ചത്. അമേരിക്കയിലെ ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ വാഹനമായ ഫാൽക്കൺ 9 വിജയകരമായി വിക്ഷേപിച്ചു. വിക്ഷേപണത്തിന് ശേഷം 1 മിനിറ്റ് 19 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഒന്നാമത്തെ എഞ്ചിന്റെ പ്രവർത്തനം നിലച്ചെങ്കിലും മറ്റ് 8 എഞ്ചിനുകൾ ക്രമാനുസരണം പ്രവർത്തിച്ചാണ് വിക്ഷേപണം വിജയകരമായി നടത്തിയത്. സ്പേസ് എക്സ് എന്ന കമ്പനി നിർമ്മിച്ച ഫാൽക്കൺ 9 ചരക്കുകൾ വഹിച്ചുകൊണ്ട് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് നടത്തിയ ആദ്യ യാത്രയായിരുന്നു കഴിഞ്ഞ ബുധനാഴ്ച നടന്നത്. ഫാൽക്കൺ 9 ISS സ്റ്റേഷനിൽ ചരക്കുകൾ ഇറക്കി. ഒക്ടോബർ 28-ന് ഭൂമിയിലേക്ക് ഫാൽക്കൺ 9 തിരിച്ചുവരുന്നതായിരിക്കും. ഇപ്പോൾ സ്പേസ് സ്റ്റേഷന്റെ കമാൻഡർ ഇന്ത്യൻ വംശജയായ സുനിത വില്യംസ് ആണ്. പൂർണ്ണ വളർച്ച പ്രാപിച്ച കോശങ്ങളെ ഭ്രൂണത്തിൽ മാത്രം കാണുന്ന സ്റ്റെം സെല്ലുകളായി മാറ്റിയെടുക്കാം എന്ന് കണ്ടുപിടിച്ച ബ്രിട്ടനിലെയും ജപ്പാനിലെയും ശാസ്ത്രജ്ഞർ മെഡിസിനിലുള്ള നോബൽ സമ്മാനം പങ്കുവച്ചു. ബ്രിട്ടനിലെ ജോൺ ഗോർഡനും ജപ്പാനിലെ ഷിൻയ യാമനാക്കയുമാണ് സ്റ്റെം സെൽ ഗവേഷണത്തിൽ നിർണായകരമായ ഈ കണ്ടുപിടുത്തം നടത്തിയത്. പുതിയ കണ്ടുപിടുത്തം വഴി പ്രായപൂർത്തിയായ സെല്ലുകളിൽ നിന്നും സ്റ്റെം സെല്ലുകൾ ഉണ്ടാക്കുകയും അവയെ രോഗം വന്ന് നശിച്ചുപോയ കോശങ്ങൾക്ക് പകരമായി ഉപയോഗിക്കുവാനും സാധിക്കും. ജോൺ ഗോർഡനാണ് ലോകത്താദ്യമായി ഒരു ജീവിയെ ക്ലോണിംഗ് വഴി സൃഷ്ടിച്ചത്.